ടൈറ്റിൽ. അങ്ങനെ പ്ലാനിങ്സ് ഉണ്ടോ ബിയോണ്ട് ആക്ച്വലി? ആസ് ഓഫ് നൗ ഞാൻ അങ്ങനെ വലിയൊരു പ്ലാനിങ് ഉള്ള ഒരാളല്ല ഞാൻ. കാരണം പ്ലാൻ ചെയ്യും, അത്യാവശ്യം തെറ്റില്ലാതെ പ്ലാൻ ചെയ്യും, അല്ലാതെ വലിയ വലിയ ഈ മണിമാളികൾ കെട്ടിപ്പൊക്കാനുള്ള പ്ലാനിങ്ങുകളൊന്നുമില്ല. ചെറിയ ചെറിയ 1 by 1 എന്നുള്ള രീതിക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ അനിൽ ബാബു സാറെ പറഞ്ഞ പോലെ ഒരു പടം ചെയ്യുന്നുണ്ട്. അതിൽ കൃഷാണ് ഹീറോ, ഞാൻ സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. കനിഹ, മമത, അർച്ചനയുടെ പേരായിട്ടാണ് ചെയ്യണത് അതിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡോക്ടർ ഗോപകുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടർ, പുതിയ ഡയറക്ടറാണ്. പുള്ളിയുടെ ഒരു സൈക്കോ ത്രില്ലറാണ് ആക്ച്വലി. ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂവിയാണ്. ചെറിയൊരു എന്താ പറയുക, ഒരു എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യണം ശരിക്കും ആ പടം. അത് കുറച്ച് ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ട ഒരു പടമാണ്. കാരണം സൈക്കോ ത്രില്ലേഴ്സ് നമ്മളവിടെ മലയാളികൾ പലതും കണ്ടു കഴിഞ്ഞു. അപ്പം നമ്മളത് ഭയങ്കര റിസ്ക്കാണ് ഈ ഒരു മൂവി എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതൊരു ചെയ്യാൻ പറ്റും, ആ ടീമിനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഈ പടമായിട്ട് ഞാൻ മുന്നോട്ട് പോണത് ആക്ച്വലി. കാരണം അത് നല്ല റിസ്ക് ഉള്ള മൂവിയാണ് സൈക്കോ ത്രില്ലർ. അത് എങ്ങനെ എവിടെയെങ്കിലും ചെറിയ മിസ്ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്നൊരു പടമായിരിക്കും അത്. നല്ലൊരു ക്യാരക്ടറാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ആ ക്യാരക്ടറിന്റെ സ്ട്രെങ്ത് ആണ് ശരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ. കാരണം നല്ലോണം പെർഫോം ചെയ്യാനുണ്ട്, മരിച്ചു പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ഇപ്പം ആസ് എൻ ആക്ടർ എന്ത് തരം ക്യാരക്ടേഴ്സും ചെയ്യുമായിരിക്കും. എന്നാലും ബിയോണ്ടിനെ ഏറ്റവും കൂടുതൽ ടെംപ്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ എന്തായിരിക്കും? എനിക്ക് അങ്ങനെ ഒരു പറഞ്ഞ പോലെ എനിക്ക് ഗ്രാജുവേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരാളാണ്. കാരണം ഓരോ ഓഡിയൻസ് എന്നെ അവരോട് നോർമൽ സാധാരണക്കാരനായിട്ട് എന്നെ റിലേറ്റ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ എനിക്ക് ഈ നല്ല പോലീസ് ക്യാരക്ടേഴ്സോ കാര്യങ്ങളോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഇപ്പൊ പറഞ്ഞ പോലെ കഴിഞ്ഞ് നേരെ ഒരു പോലീസ് ഓഫീസർ ചെയ്താൽ ഒരിക്കലും ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാത്തിനും ഒരു ഗ്രാജുവേഷൻ, ഒരു ചെറിയൊരു സ്ലോ പ്രോസസ് ഉണ്ടല്ലോ. എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഞാൻ ഉണ്ടാവണം, ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അങ്ങനെ ഒരു ഗ്രാജുവൽ പ്രോസസ് ആയിരിക്കും ലോങ് റണ്ണിന് നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പറഞ്ഞ പോലെ ഞാൻ 53 പടം ചെയ്തു. ഇപ്പം അതിൽ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കപ്പെട്ട പടങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ എങ്കിലും ആ പടങ്ങൾ ഞാൻ ഈ ചെയ്ത 53 പടങ്ങളിലും മേജർ ഷെയർ, ഒരു 90% ഷെയറും ലെജൻഡറി ഡയറക്ടേഴ്സിന്റെ പടങ്ങളാണ്. അപ്പം ഞാനിപ്പം ഈ ഒരു പടം കണ്ടിട്ട് പറങ്കിമല കഴിഞ്ഞിട്ട് പലരും എനിക്ക് നല്ല പെർഫോമൻസ് ആണ്, പിന്നെ ഡയറക്ടർ അടുത്തൊക്കെ പലരും പല റിവ്യൂസും പറഞ്ഞു. അപ്പം ആ ഒരു പെർഫോമൻസ് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഇങ്ങനത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ കൂടെ വർക്ക് ചെയ്തതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. സ്കൂളിംഗ് ആണ്. പലരും ചോദിക്കാൻ അതേപോലെ സ്കൂളിംഗ് എന്ന് പറഞ്ഞ പോലെ ചോദിക്കാൻ എവിടെയും പോയി പഠിച്ചിട്ടുണ്ടോ ആക്ടിങ്? ഞാൻ പറഞ്ഞു ഇല്ല, ഇതാണ് എന്റെ സ്കൂൾ. നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലി ഇതാണ്. കാരണം നമുക്ക് പറഞ്ഞ സെൻസർ ആണെങ്കിലും ഞാനും സെൻസറും ഭയങ്കര സിങ്കായിരുന്നു. ഭയങ്കര സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഉദ്ദേശിക്കുന്ന സാധനം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് സാർ അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് വളരെ വൃത്തിക്ക് ആ ക്യാരക്ടറിനെ ഇത്രയ്ക്കും ഭംഗി എത്ര ആൾക്കാർ എത്ര ഭംഗി പറയണം, ആ ഭംഗി ഉണ്ടായതൊക്കെ സെൻസാറിന്റെ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സിങ്കിന്റെ ഭംഗിയാണത്. കാരണം ഞാനൊന്നും ചെയ്യുമ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം എനിക്ക് സാറ് പറയുന്ന പോലെ ചെയ്യാനൊക്കെ പറ്റിയില്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇതല്ല, സാറിന്റെ കൃത്യം മെഷർമെന്റിൽ എനിക്ക് സാറ് കൃത്യമായി അളന്ന് കുറിച്ച രീതിക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഈ ക്യാരക്ടർ നന്നായതെന്നാണ് എൻ്റെ വിശ്വാസം. ബിയോണ്ട് ആസ് എ പേഴ്സൺ എങ്ങനെയാണ് ഒരു ഫാഷൻ? ഞാൻ ഒന്നുകൊണ്ടല്ല ചോദിക്കണം, ഓരോ സമയത്ത് ബിയോണ്ടിനെ കാണുമ്പോൾ യു ആർ ഡിഫറെന്റ്. അപ്പോൾ വാട്ട് ആർ യു ആസ് എ പേഴ്സൺ? അതെ, ഡിഫറെന്റ് ആവുന്ന ആക്ച്വലി എനിക്ക് മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പറ്റാറില്ല, പല പടങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങൾ എനിക്ക് പറ്റാറില്ല. ഞാനത് 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ മുടി വളർത്തുന്നത്. അതുപോലെ ഞാൻ 2-2.5 കൊല്ലത്തോളം വളർത്തി. അന്ന് എനിക്ക് അതിനനുസരിച്ചുള്ള സിനിമകളും വന്നിരുന്നു. ഒരു പ്രാവശ്യം വളർത്തി പറങ്കിമലയുടെ ഈ സ്റ്റൈലിൽ നിൽക്കുന്ന സമയത്താണ് രഞ്ജിത്ത് സാർ എന്നെ കണ്ടിട്ട്, രഞ്ജിയേട്ടൻ കണ്ടിട്ട് പറഞ്ഞു, ബിയോണെ വെട്ടണ്ട, നമുക്ക് തിരക്കഥ ചെയ്യാനുണ്ട്. അപ്പം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, തിരക്കഥ ചെയ്യുന്ന സമയത്ത് രാജു സെറ്റിൽ വന്നപ്പം ബിയോണ്ട് വിഗാണ് കറക്റ്റ് വിഗ്, ബാക്കി എല്ലാവരുടെ വിഗും ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഒറിജിനലാന്ന് പറഞ്ഞു. കാരണം ബാക്കി ആ 1980s ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വിഗിലാണ്. എല്ലാ ക്യാരക്ടേഴ്സും ആ സെറ്റിലുള്ള എല്ലാവരും, അനൂപേട്ടൻ വിഗിലാണ്, മണിയേട്ടൻ വിഗിലാണ്, എല്ലാവരും എല്ലാ ആക്ടേഴ്സും വിഗിലാണ് നിൽക്കുന്നത്. ഞാൻ മാത്രമാണ് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ഒറിജിനൽ മുടിയിൽ നിൽക്കുന്നത്. രാജു പറഞ്ഞു ബിയോണ്ട് വിഗ് പക്കയാണ്, ആപ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയത്. ഞാൻ പറഞ്ഞു വിഗൊന്നുമല്ലാതെ എൻ്റെ ഒറിജിനൽ ഹെയർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡ് ചില്ലീസ് ചെയ്തു. റെഡ് ചില്ലീസ് ലോങ് ഹെയർ ആണ്. കഴിഞ്ഞ് വൈലൻ ചെയ്തു. പിന്നീട് ഞാനത് ആ ക്രോപ്പ് ചെയ്ത് കളയാനുള്ള റീസൺ എന്ന് വെച്ചാൽ എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ചെറിയൊരു നെഗറ്റീവ് ഹിന്റ് വരിക.
വൈരം നെഗറ്റീവ് അല്ല, പക്ഷെ ഒരു ഓഡിയൻസിന് ഒരു നെഗറ്റീവ് ആണോ എന്നൊരു ഫീൽ കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇവൻ തട്ടിയോ പെണ്ണിനെ എന്നുള്ളൊരു. അപ്പൊ ഞാൻ അത് പിന്നെയും എനിക്ക് അങ്ങനത്തെ 1-2 പടങ്ങൾ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടാവോ തോന്നി, ഒരു ചെറിയൊരു പേടി തോന്നല. ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ തോന്നി പേഴ്സണലി. അപ്പൊ അങ്ങനെയാണ് ഞാൻ അന്ന് മുടിയെടുത്തത്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ലേസിയാണ്, എനിക്ക് ഷേവ് ചെയ്യുക ഡെയിലി പണി. അത് സ്റ്റൈലിലേക്ക് എപ്പൊ പിന്നെ എന്താണ് ഇതൊക്കെയാണ് സ്റ്റൈൽ, ഇങ്ങനെ മുടി ഇങ്ങനെയൊക്കെ നീട്ടി ഡാഡി ഇങ്ങനെ വെച്ച്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ ഇതിങ്ങനെ കുറച്ച് നീട്ടാനുള്ള ശ്രമത്തിലാണ്. അടുത്ത പടം വരെ ഇങ്ങനെ നീട്ടി ഒന്ന് വളച്ചു വെച്ച്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ കണ്ടാലും നമുക്ക് ക്യാരക്ടേഴ്സ് വരും ചെയ്യും, നമുക്കത് പ്ലസ് ആവും. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു ആ സെഷൻ ആയി. അപ്പം നമുക്ക് ഫാമിലിയെ കുറിച്ചും കൂടെ പറഞ്ഞേക്കാം, നമ്മുടെ ഫാമിലി ഓഡിയൻസിലെ. അതെ ഫാമിലി അച്ഛൻ ശിവശങ്കർ, അമ്മ ബീന, വൈഫ് മിന്റു. അച്ഛൻ ബിസിനസ്സാണ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കൺസ്ട്രക്ഷൻ ബിസിനസ്സുമാണ്. അമ്മ ഹൗസ് വൈഫാണ്. വൈഫ് വർക്ക് ചെയ്യുകയാണ്. വൈഫ് ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് സെൻറ്റർ കാലിക്കറ്റിൽ തന്നെ അവിടുത്തെ ബ്രാഞ്ച് ഇൻചാർജാണ്, ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് സെൻറ്ററിൽ. ഹാപ്പി ഫാമിലി, ചെറിയ ഫാമിലി, നല്ല സപ്പോർട്ടാണ് ഫാമിലി. വീട്ടിലായിരുന്നു ഇപ്പം ഗ്രാൻഡ് മദർ ആയാലും അമ്മമാരായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. കാരണം അല്ലാതെ എനിക്ക് എന്തായാലും 25 കൊല്ലം അല്ലെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഇൻട്രസ്റ്റ് അല്ല, ഒബ്വിയസ്ലി പാരൻസിന്റെ ഇൻട്രസ്റ്റിലാണ് ഞാൻ വരുന്നത്. അപ്പം അവർക്ക് അത്രയും താല്പര്യം പണ്ടേ ഉണ്ട്. അപ്പൊ പിന്നെ എനിക്കും കൂടി താല്പര്യം വന്നു കഴിയുമ്പോൾ പിന്നെ ഒബ്വിയസ്ലി അവർ എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഫാദർ പറയും, നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സിനിമക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ നീ ഇപ്പോ റിലയൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രീ ആയിരുന്നു, എനിക്ക് പോകായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ ഫ്യൂച്ചർ ജനറലിൽ വർക്ക് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ബിയോൺ എടുക്കണോ അങ്ങനെയാണെങ്കിൽ, നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ പാരന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഡാഡി തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു. നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, തിരക്ക് ബുദ്ധിമുട്ട്. അപ്പം ഹാപ്പിയാണ്, എൻ്റെ ഗ്രോത്തിൽ അവർ ഹാപ്പിയാണ്. സ്ലോ ഗ്രോത്ത് ആണ് എന്നെ സംബന്ധിച്ചത്. എനിക്കറിയാം ഭയങ്കര സ്ലോ ആണ് ഇപ്പോഴത്തെ ജനറേഷനിൽ വന്ന പലരും. യെസ് ട്രൂ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ പലരും വന്ന് ആ ഒരു പേസ് വെക്കുമ്പോൾ പേസ് സ്ലോ ആണ്. എങ്കിലും ഐ എം റിയലി ഹാപ്പി ഫോർ ടുഡേ. കാരണം എല്ലാവരും ഇപ്പം പല ഡയറക്ടേഴ്സും പലരും എന്നെ വിളിച്ചിട്ട് പടത്തിന് നല്ല റിവ്യൂ ഉണ്ടല്ലോ ബിയോണെ എന്ന് വിളിച്ച് എന്നോട് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം ഒരു പുതുമുഖമാകുമ്പോൾ ഇങ്ങനെ പലരുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടാവില്ല പലർക്കും. അപ്പോൾ പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ പഴയ ഡയറക്ടേഴ്സിനൊക്കെ അറിയില്ല. അപ്പം അങ്ങനെ പലരും വിളിച്ച് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പലരോട് ഷെയർ ചെയ്യുന്ന ന്യൂസ് എൻ്റെ അടുത്ത് എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം എല്ലാം ഗുരുക്കന്മാരാ എല്ലാവരും. സിദ്ദിഖ് സാർ, IV ശശി സാറ്, മധു സാറ്, ഷാജി സാറ്, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പം ഫാസിൽ സാറ്, റാഫി മർക്കാട്ടൻ സാറ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹ്യൂജ് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഞാൻ കൂടെ വർക്ക്. അപ്പം അവരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്തായാലും. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്തൊരു പടം അവരുടെയൊക്കെ ഗൈഡൻസിലൂടെ അഭിനയിച്ച് വന്നൊരു ആക്ടർ അത് സക്സസ്ഫുൾ അയാൾ ചെയ്തൊരു പടം സക്സസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ അത് എല്ലാം കൊണ്ടും ഐ എം ഹാപ്പി ആക്ച്വലി. ഇപ്പം ഫാമിലിയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിനെ കുറിച്ചും കൂടി പറയാൻ തോന്നുന്നു. ഫ്രണ്ട്സ് എനിക്ക് അങ്ങനത്തെ വലിയൊരു ഹ്യൂജ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഇല്ല. കാരണം പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് വളർന്നിരുന്നത്. കാരണം അങ്ങനെ എന്നെ ഡാഡി അഴിച്ചു വിട്ടിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഡാഡി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വരെ ഡാഡി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കാരണം പഠിപ്പ് ഡാഡിക്ക് ഭയങ്കര. കാരണം ഫാമിലിയിൽ നിന്ന് പലരും പറയായിരുന്നു അവനെ വിട്ട് കഴിഞ്ഞാൽ അവൻ പഠിക്കില്ല, അവൻ തീരെ. അപ്പോൾ ഡാഡിക്ക് ഭയങ്കര പേടി. അതുകൊണ്ട് ഡാഡി എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അവനെ സിനിമയ്ക്ക് വിടരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡാഡി അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് നിർബന്ധമായിരുന്നു ഞാൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിഗ്രി വരെ വന്നിട്ടില്ല. ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ വന്നു. അതിനുശേഷം പിന്നെ ഡാഡി വന്നിട്ടില്ല. അപ്പം ഡാഡി ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഭയങ്കര വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഇല്ല. അപ്പം എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അഭിമാൻ, ശ്രീനാഥ്, സുധീഷ്, പ്രജിത്ത്, നിജിൽ, അങ്ങനെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ജിത്തു, വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളേ ഉള്ളൂ. അപ്പം അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അതേപോലെ ഇപ്പം ഞാനിപ്പം കുന്താവരുടെ സമയത്താണെങ്കിലും ഞാൻ ഇപ്പോൾ എറണാകുളത്താണെങ്കിലും അവിടെ തിയേറ്ററിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അപ്പം ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വരെ അവർ മുന്നിട്ടിറങ്ങുന്ന കൈൻഡ് ഓഫ് ഫ്രണ്ട്സാണ്. പിന്നെ ഇന്നലെ തന്നെ എല്ലാവരും പടം കണ്ടു. പടത്തിൻ്റെ ടോട്ടാലിറ്റി ലാപ്പ് ചെയ്യാണ്. പക്ഷെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക അറുത്ത് മുറിച്ച് എന്നെ ഇങ്ങനെ എൻ്റെ പെർഫോമൻസ് അവിടെ കുറച്ചും കൂടി കറക്റ്റാക്കായിരുന്നു. ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകും. കാരണം എനിക്ക്
പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഷനൻ സാർ അത്രയും വിജിലൻ്റ് ആണ്. ഓരോ ഷോട്ടിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വീണു ഒന്നുകൂടി എടുക്കാം. അപ്പം അത്രയ്ക്കും വിജിലൻ്റ് ആണ് സാർ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സൈഡിൽ നിന്ന് ഒരു പെർഫോമൻസ്, കാരണം നമുക്ക് ചില സമയത്ത് ഡബ് ചെയ്യുമ്പോൾ അയ്യോ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു നമുക്ക് തോന്നും ചില സമയത്ത്. പക്ഷേ ഇതിലെനിക്ക് ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന രീതിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെയൊക്കെ വന്ന് ഭയങ്കര സപ്പോർട്ടായി, നല്ല ഹാപ്പിയാണ് എല്ലാവരും. കാരണം നല്ല റെസ്പോൺസ് എല്ലാ സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ലൊരു എനർജി ലെവലാണ് എല്ലാവരും നിൽക്കണം. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ക്ലോസ് സർക്കിളിലുള്ള മറ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും, പേര് പറയാത്ത കുറേ ഫ്രണ്ട്സും ഉണ്ടാവും. നോട്ട് ദാറ്റ് ക്ലോസ് ബട്ട് സ്റ്റിൽ ഹു ആർ ക്ലോസ്. മറ്റേ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നിഴലുകൾ പോലെയാണ് ബാക്കി ഞാൻ പറഞ്ഞ പേരുകൾ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. ഇന്ന് ശരിക്കും എന്താ പറയുക,